അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നഈം വിഷൻ യൂട്യൂബ് ചാനലിലെ അറിവ് പഠിക്കാം ഒപ്പം സമ്മാനവും നേടാം എന്ന ആ ഒരു പദ്ധതിയിലൂടെ നാം ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ മത്സരത്തിലെ വിജയിയെ ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ നറുക്കെടുത്ത് ലൈവായി തന്നെ നിങ്ങളെ അത് ആരാണ് എൻ്റെ വിജയി എന്ന് അറിയിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് കഴിഞ്ഞ നിബന്ധനകളിലൊക്കെ പറഞ്ഞിരുന്നു, ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യുകയും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മത്സരം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഈ രണ്ട് മത്സരത്തോടു കൂടി തൽക്കാലത്തേക്ക് പൂർണ്ണമായും നിർത്തുന്നില്ല, തൽക്കാലത്തേക്ക് നമ്മുടെ മത്സരവും നിർത്തുകയാണ്. ഫസ്റ്റ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു സഹോദരിക്ക് 1000 രൂപ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് വിജയിയാകുന്ന സഹോദരനാണോ സഹോദരിയാണോ എന്ന് നമുക്കറിയില്ല. ആരാണോ വിജയിക്കുന്നത് അവർക്ക് 500 രൂപ ഇൻഷാ അല്ലാഹ് അയച്ചു കൊടുക്കും. ഇന്ന് അഥവാ അയച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ അയച്ചു കൊടുക്കും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പറ്റുക എന്ന് പറഞ്ഞാൽ അഥവാ തിരക്കായി പോയാൽ ഇന്ന് അയച്ചില്ലെങ്കിൽ നാളെ അയച്ചു കൊടുക്കും. ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വിജയി ആരാണോ അവരെ നമ്പറിൽ വിളിച്ച് അറിയിക്കുന്നതുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലും സന്തോഷത്തിലുമാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ രണ്ട് മത്സരത്തോടു കൂടി തൽക്കാലത്തേക്ക് മത്സരം നിർത്തുന്നു, പൂർണ്ണമായും നിർത്തുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മത്സരം നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ഒക്കെ അതിൻ്റെ ആ വ്യത്യാസം, അതായത് സമ്മാനത്തിൻ്റെ തുകയിൽ വ്യത്യാസം വരുത്തും. ഒന്നാം സമ്മാനം സ്വർണ്ണമോതിരവും അങ്ങനെ 2ഉം 3 സമ്മാനങ്ങളും, അതുകൂടാതെ 3 പ്രോത്സാഹന സമ്മാനങ്ങളുമൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. 6 പേർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ ഈ അറിവ് പഠിക്കാം ഒപ്പം സമ്മാനവും നേടാം എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇൻഷാ അല്ലാഹ്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോയും അധികം പേരും കണ്ടിട്ടില്ല, ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പം ആ ഒരുപാട് പേര് കാണുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. മത്സര പരിപാടി തൽക്കാലത്തേക്ക് നിർത്തുന്നുവെങ്കിലും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ എല്ലാവരും കേൾക്കണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അതുകൂടാതെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമുക്ക് വലിയ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന, അപ്പോൾ സാമ്പത്തിക ഉന്നതി എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഇനി കമൻറ്റിനകത്ത് ചോദിക്കും, ഉസ്താദ് സമ്പത്ത് എന്തിനാ, സമ്പത്തിന് ചിന്തയുള്ളൂ എന്നൊക്കെ ചോദിക്കും. സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു ദീനനുസരിച്ച് ഒരാൾക്ക് കറക്റ്റായി ജീവിക്കണമെങ്കിൽ നല്ല സമ്പത്ത് വേണം. നല്ല ദീനനുസരിച്ച് കറക്റ്റായി ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം. സമ്പത്തില്ലാതെ കറക്റ്റ് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? പല കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കണം. നമ്മൾ കറക്റ്റായി ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ സമ്പത്തും വേണം. അപ്പോൾ സമ്പത്തില്ലാതെ പറ്റില്ല. സമ്പത്ത് അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. പക്ഷേ ആ സമ്പത്ത് കിട്ടുന്നതിലല്ല പ്രശ്നം, കിട്ടിക്കഴിയുമ്പോൾ ആ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിനാണ് പ്രശ്നം. ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായി എന്നതിൻ്റെ പേരിൽ അയാൾ നരകത്തിലാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് സമ്പത്തുണ്ടായാൽ ആ സമ്പത്തുള്ളത് കൊണ്ടല്ലേ പല സമ്പന്നരും ദീനിന് വേണ്ടി ധാരാളം സമ്പത്ത് ചിലവഴിച്ച് ദീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പണ്ഡിതന്മാർ അവർ ഈ സാമ്പത്തിക ശേഷിയുള്ളവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ അവരുടെ സന്തോഷത്തോടെ ദീനിന് വേണ്ടി സമ്പത്ത് കൊടുക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ദീനിൻ്റെ സ്ഥാപനങ്ങളും ദീനീൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പോൾ സമ്പത്ത് എന്നത് അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അത് ചിലർക്ക് അല്ലാഹു തആല കൂടുതൽ കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊടുക്കും, ചിലർക്ക് കൊടുത്തില്ല എന്ന് വരും, മറ്റവർക്ക് കൊടുത്തു എന്ന് വന്നേക്കാം. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എന്നാൽ വലിയ സാമ്പത്തിക ഉന്നതി ഉണ്ടാകാൻ കാരണമാകുന്ന വലിയ ഒരു ഐഡിയ, വലിയ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതാണ്. കറക്റ്റായി അതുപോലെ ചെയ്താൽ, ഞാനും നിങ്ങളും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ചെയ്യുന്നതോടുകൂടി ഞാനും അന്ന് മുതൽ അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. ഹലാലായ വഴിയിലൂടെ ഖൈറായ മാർഗത്തിലൂടെ ധാരാളം സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സമ്പത്ത് അള്ളാഹു നൽകുന്ന ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കാൻ, ആ സമ്പത്ത് ഉപയോഗിച്ചും സ്വർഗം നേടാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്ത് ലഭിച്ചതിൻ്റെ പേരിൽ നരകത്തിൽ പോകുന്നൊരവസ്ഥ
അള്ളാഹു നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വലിയ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന ഒരു റൂട്ട്, ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, അത് ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തോളം അത് കാര്യം നമ്മൾ ചെയ്യണം. ഒരു 6 മാസം ഒരു വർഷത്തോളം നമ്മൾ ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ദുആ എന്നാൽ ഇൻഷാ അല്ലാഹ് വലിയ സാമ്പത്തിക ശേഷി നമുക്കുണ്ടാകും. അതിനുള്ള വീഡിയോ ഉടനെ വരുന്നതാണ്. അതിനു മുമ്പേ യൂട്യൂബിൽ പോസ്റ്റായിട്ടും ഞാൻ അറിയിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും അത് പൂർണ്ണമായും കേൾക്കണം. അവിടെ ഇവിടെ ഇട്ട് കേട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഏതൊരു ക്ലാസ് ആണെങ്കിലും അത് കുറച്ച് കേൾക്കുക, ആദ്യം കേൾക്കുക, അവസാനം കേൾക്കുക, അങ്ങനെ കേട്ടിട്ട് കാര്യമില്ല. മറിച്ച് അത് പൂർണ്ണമായും കേട്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് കേൾക്കണം എന്ന് അറിയിക്കുകയാണ്. അതുകൂടാതെ മറ്റ് ധാരാളം ക്ലാസ്സുകൾ സ്ഥിരമായി എല്ലാ ദിവസവും ഒരു ക്ലാസ്സെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ഇറക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഉടനെ നറുക്കെടുപ്പുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ്സൊന്നുമില്ല. ഇന്ന് മറ്റു വിഷയങ്ങളിലേക്ക് ക്ലാസ്സിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മത്സര പരിപാടി ഇന്ന് തൽക്കാലം നിർത്തിയത് കൊണ്ട് ആ വിജയെ പ്രഖ്യാപിക്കാനുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം ഉറപ്പെടുത്താനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ത്രീകൾ ആ സ്ത്രീകളുടെ ഗ്രൂപ്പിലും പുരുഷന്മാരുടെ ഗ്രൂപ്പിലും ആഡാവുകയും നമ്മുടെ നഈം വിഷൻ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായി ധാരാളം ഇൽമുകൾ നമുക്ക് പഠിക്കാനും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ അതിലൂടെ ചൊല്ലാനും ദുആരക്കാനും, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു രൂപത്തിൽ ആ വാട്സാപ്പിലൂടെ തൽക്കാലം മജ്ലിസ് മുമ്പോട്ട് കൊണ്ടുപോകാം. നമുക്ക് ലൈവായിട്ടുള്ള എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസ് സുബൈക്ക് ശേഷം ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതും ഇൻഷാ അല്ലാഹ് ഉടനെ ആരംഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും സുബൈക്ക് ശേഷം നമുക്കൊരു 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആരക്കുന്ന ഒരു മജ്ലിസ് നമുക്ക് സുബൈക്ക് ശേഷം ആരംഭിക്കണം. ഇൻഷാ അല്ലാഹ് അത് ആരംഭിക്കുമ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും അല്ലാതെയും ഒക്കെ യൂട്യൂബിലൂടെ ഒക്കെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പുതിയ നമ്പർ, ഇതുവരെ നിങ്ങൾ അയച്ചിരുന്ന നമ്പറുണ്ടോ, നിങ്ങൾ ഇതുവരെ ഉത്തരങ്ങൾ അയച്ചിരുന്ന നമ്പറിലേക്ക് ഇനി ആരും ഒന്നും അയക്കാൻ പാടില്ല. അതായത് എൻ്റെ പേഴ്സണൽ നമ്പറാണത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പം നോക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഉത്തരങ്ങൾ അയച്ച എല്ലാവരുടെയും ഞാൻ നോക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഉത്തരങ്ങൾ അയച്ചത്, ശരി അയച്ചവരും തെറ്റയച്ചവരും ഒക്കെ ഞാൻ പിന്നെ ഓക്കെ എന്ന് തിരിച്ച് മറുപടി അയച്ചിട്ടുണ്ട്. ആ ഓക്കെ എന്ന് അയച്ചത് കണ്ടിട്ട് എൻ്റെ ശരിയാണെന്ന് ആരും വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ ആ അയച്ച ഉത്തരം ഞാൻ നോക്കി എന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു മെസ്സേജാണ് ഓക്കെ എന്ന് ഞാൻ അയച്ചിട്ടുള്ളത്. പക്ഷേ ഒരുപാട് പേര് തെറ്റായ ഉത്തരമാണ് അയച്ചത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചവരും ഉണ്ട്. ആ ശരി ഉത്തരം അയച്ചവരുടെ പേര് എഴുതിയിട്ടാണ് നാം നറുക്കിടുന്നത്. അല്ലാഹു ആർക്കാണ് ഇന്നത്തെ വിജയം നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിജയിക്കുന്ന വ്യക്തിക്കും അതുപോലെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ പറയുകയാണ്. ആ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. ഉസ്താദെ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ, എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ഞാനത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും കൂടി അയക്കണം. കാരണം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയണ്ടേ. 2 പേർക്കും വേറെ ഗ്രൂപ്പുകളാണ്. അപ്പം അത് സ്ത്രീകളാണെങ്കിൽ അവരുടെ പേര്, പുരുഷന്മാരാണെങ്കിൽ അവരുടെ പേര്, ആ പേരെഴുതി അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ എന്ന മെസ്സേജ് അയച്ചാൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ ആഡായാലും മതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ 9495254186 94 95 25 41 86 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിജയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കൊരു ചെറിയ ദുആ ചെയ്ത് ഇന്നത്തെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വാ മക്കൾ വാ, രണ്ടുപേരും വാ. തൽക്കാലത്തേക്ക് നമ്മുടെ വിജയ മത്സരം ഇന്നത്തോട് നിർത്തുകയാണ്. കാരണം ഒരുപാട് പേര് കാണാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ ഈ രണ്ടാമതിട്ട മത്സര വീഡിയോ 1000 പേരാണ് കണ്ടിട്ടുള്ളത്. ആദ്യം ഇട്ടത് 5000 പേര് കണ്ടു. രണ്ടാമത്തെ അതിനേക്കാൾ കൂടുതലാണ് പോകേണ്ടത്. പക്ഷേ 1000 പേരെ കണ്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ മത്സരം നിർത്തുന്നു. വീണ്ടും ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. വലിയ സമ്മാനങ്ങളുമായി നമ്മുടെ അറിവ് പഠിക്കാം, ഒപ്പം സമ്മാനവും നേടാം എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച ആരായിരുന്നു? മോളല്ലായിരുന്നോ? ഇപ്രാവശ്യം എടുക്കട്ടെ, എടുക്കട്ടെ അല്ലേ?
അടുത്ത് നിന്ന് എനിക്ക് ഇളക്കിയിട്ടെടുക്കണം. നറുക്കിനകത്ത് എഴുതിയിട്ടേപ്പോണ്ട് തന്നവരുടെയൊക്കെ ശരി ഉത്തരം അയച്ചവരുടെ മാത്രമാണ് എടുക്കുന്നത്. ബിസ്മി ചൊല്ലി ഒരെണ്ണം എടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കണേ. ബിസ്മി ചൊല്ലിയിട്ട് മുകളിൽ മാത്രം എടുക്കരുത്, ഇളക്കിയിട്ട് എടുക്കണം. ബിസ്മി ചൊല്ലിയിട്ട് ഒരെണ്ണം എടുത്ത് അപ്പം ഇടയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇന്നത്തെ മത്സര വിജയി ആരാന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇന്നും ഒരു സഹോദരിക്കാണ് അടിച്ചിട്ടുള്ളത്. സഹോദരന്മാരൊക്കെ ഒരുപാട് എഴുതി അയച്ചവരുണ്ട് കേട്ടോ. സഹോദരന്മാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഒരു സഹോദരൻ ജംഷീന എന്ന പേരുള്ള ഒരു സഹോദരിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം സമ്മാനം ലഭിച്ചത്. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആയിഷ അരീക്കോട്. അവരുടെ നമ്പർ ഞാൻ പറയുന്നില്ല, നമ്പറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം അവരെ വിളിച്ചറിയിക്കണമല്ലോ. അപ്പം ഒരു സഹോദരിയുടെ ആയതുകൊണ്ട് നമ്പർ പറയുന്നില്ല. ഈ നമ്പറിൽ വിളിച്ച് ഞാൻ അവരെ അറിയിക്കും. അവർക്ക് 500 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ആയിഷ അരീക്കോട് എന്ന സഹോദരിക്കാണ് ഇന്നത്തെ ആ മത്സരത്തിലെ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആ ചരിത്രത്തിൽ നിന്നും 2 ക്വസ്റ്റ്യൻ പുറത്തുനിന്നുമായിരുന്നു. എന്നാൽ ചിലരൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ പുറത്തുനിന്ന് ചോദ്യം വേണ്ട, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആ പറയുന്ന ചരിത്രത്തിൽ നിന്ന് തന്നെ ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് പരിഗണിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ മത്സരം തുടരുന്ന സമയത്ത് നമ്മുടെ മത്സരം ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ ആരംഭിക്കും. തൽക്കാലത്തേക്ക് നിർത്തുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് വീഡിയോ, കുറച്ച് ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കും. ആ സമയത്ത് നമുക്ക് മത്സരം ആരംഭിക്കാം. അപ്പോൾ എല്ലാവരിലേക്ക് കൂടുതൽ എത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മുടെ അതിൻ്റെ ഉത്തരങ്ങൾ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇനി മുതൽ ആ ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ആ സ്വർണ്ണ മോതിരത്തിന് വേണ്ടിയുള്ള മത്സരം നടത്തുന്ന സമയത്തൊക്കെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം ഉത്തരങ്ങളൊന്ന് പറയാം. കഴിഞ്ഞ മത്സരത്തിലെ ഉത്തരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അയച്ചത് ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ ബിവി ജനിച്ചത് എന്നായിരുന്നു? 35 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ ബിവി ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ ഫാത്തിമ ബിവിക്ക് എത്ര വയസ്സുണ്ട്? 6 വയസ്സ്. 6 വയസ്സ് എന്ന് പറഞ്ഞാൽ 6 വയസ്സ് തുടങ്ങി. 6 വയസ്സ് തുടങ്ങി. അപ്പോൾ 6ാമത്തെ വയസ്സ് ഫാത്തിമ ബിവിക്ക് 6ാമത്തെ വയസ്സുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഫാത്തിമ ബീബിയെയും ജ്യേഷ്ഠത്തി ഉമ്മു കുൽസൂമിനെയും കൂട്ടി മദീനയിലേക്ക് പോയ സ്വഹാബി ആരാണ്? അത് സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. അത് ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മുടെ ആ ചരിത്രത്തിൽ തന്നെ, ഞാൻ പറഞ്ഞ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ആദം നബിയെ എത്ര പ്രാവശ്യം, ആദം നബി അലൈഹി ഇസ്ലാമിനെ എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു ചോദ്യം. അത് 2 ഉത്തരം കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് ഖുർആൻ എടുത്ത് ആദ്യം മുതൽ അവസാനം വരെ പരിധി നോക്കി നമുക്ക് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചവർ എഴുതി വെച്ചതാണല്ലോ, ആ രേഖകൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ക്വിസ് മത്സരം നടത്തുന്നത്. അപ്പോൾ അത് 25 എന്നും 34 എന്നും 2 സ്ഥലങ്ങളിൽ 2 ഉത്തരം കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉത്തരമായി പല ക്വിസിൻ്റെ പുസ്തകങ്ങളിലും ചിലയിടത്ത് 25 എന്ന് കാണാം, ചിലയിടത്ത് 34 എന്ന് കാണാം. ഇത് 2 അയച്ചവർക്ക് ഞാൻ ശരി കൊടുത്തിട്ടുണ്ട്. 2 ഉത്തരം അയച്ചവരൊക്കെയും പരിഗണിച്ചിട്ടുണ്ട്. 25 അയച്ചവരെയും പരിഗണിച്ചിട്ടുണ്ട്, 34 എഴുതി അയച്ചവരെയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രശ്നമില്ല. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിൽ പരാമർശിച്ച ഏക സ്ത്രീ ആരാണ്? അത് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ ഈ ഉത്തരങ്ങളായിരുന്നു, ഈ 5 ഉത്തരങ്ങളാണ് ശരി ഉത്തരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച ആയിഷ അരീക്കോട് എന്ന സഹോദരിക്കും, അതുപോലെ തന്നെ ഏതെല്ലാം സഹോദരന്മാർ ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ട് ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവിടെ പോയിരുന്നു അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാം കുടുംബങ്ങളിൽ, ജോലികളിൽ, ബിസിനസ്സുകളിൽ എല്ലാം അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതൊക്കെയും മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ദുആരക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആരക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ വാപ്പ മരണപ്പെട്ട മാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് എൻ്റെ മരണപ്പെട്ട വാപ്പയെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൽമു പറഞ്ഞു തരുന്ന നിങ്ങളുടെ ഉസ്താദ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട്
എൻ്റെ പേരെല്ലാവർക്കും അറിയാം, നിസാമുദ്ദീൻ നഈമി. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആയിൽ എപ്പോഴും എന്നെ ഉൾപ്പെടുത്തണം എന്ന് എല്ലാ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ വീട്ടിലിരുന്ന് ഇബാദത്ത് നിസ്കരിച്ച് വല്ല കോതിയും പറഞ്ഞൊക്കെ എപ്പോഴും ദുആരക്കുന്നവരായിരിക്കും. അവരൊക്കെ നിങ്ങളുടെ ഒരു ഉസ്താദ് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട്, ഉമ്മമാരൊക്കെ നിങ്ങളുടെ ഒരു മകൻ എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട്, സഹോദരിമാരൊക്കെ നിങ്ങളുടെ ആങ്ങള, നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉസ്താദ് എന്ന് പരിഗണിച്ചുകൊണ്ട് എല്ലാവരും എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം. നമുക്ക് പരസ്പരം ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ദുനിയാവിലും പ്രത്യേകിച്ച് ആഖിറത്തിലും നമുക്കൊക്കെ രക്ഷപ്പെടണം. അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ഇറക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിലുള്ള ദുആയിലും അതല്ലാതെ എൻ്റെ ഒറ്റയ്ക്കുള്ള ദുആകളിലും അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ നടക്കുന്ന എല്ലാ തിങ്കളാഴ്ച രാവും നടക്കുന്ന ദിക്ർ ഹൽക്കയുടെ മജ്ലിസിലും നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആരക്കുമെന്ന് ഞാൻ വാക്ക് നൽകുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആരക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.